ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടം മുതൽ ഇങ്ങോട്ട് നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നാട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇന്ന് എം സ്വരാജിന് മുദ്രാവാക്യം വിളിക്കാനും അദ്ദേഹത്തെ സ്വീകരിച്ചാനയിക്കാനും എത്തിയ ആളുകൾ ഏകപക്ഷീയമായി നടത്തിയ അക്രമമാണോ ഇന്ന് നിലമ്പൂരിൽ കണ്ടത്? ഇന്നവിടെ നടന്നിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഏകപക്ഷീയമായി അവിടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അഴിച്ചുവിട്ട ആക്രമണത്തെ, അവിടെ നടത്തിയ ആക്രമണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അത് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോകാതെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇടപെട്ടതും നടത്തിയിട്ടുള്ളതും എന്നുള്ളത് ആ ദൃശ്യങ്ങളാകെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ വലിയ ആക്രമണത്തെ സംബന്ധിച്ചൊക്കെ ജിൻഡോ പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് കടന്നു വന്നുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് അക്രമ വിരുദ്ധതയെ സംബന്ധിച്ച് പറയാൻ തെല്ലൊന്നും ഉളുപ്പ് പോരാ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതേ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചുറ്റികരിവാൾ നക്ഷത്ര അടയാളത്തിൽ വിജയിച്ച ഒരു സഖാവ് ഉണ്ടായിരുന്നു. കേരള നിയമസഭയിൽ MLA ആയി സഖാവ് കുഞ്ഞാലി, ഏറനാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിപ്ലവകാരി സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇതേ കോൺഗ്രസിന്റെ പിന്മുറക്കാർ ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വന്നു നിന്ന് ഇടതുപക്ഷത്തിന്റെ അക്രമം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ ജനത അത് തിരിച്ചറിയുമെന്ന് മാത്രം അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ജിൻഡോ നേരത്തെ സൂചിപ്പിച്ചു വ്യാജ പ്രചരണങ്ങൾ എന്നുള്ള നിലയ്ക്ക്. എന്റെ പൊന്ന് ജിൻഡോ, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടം മുതൽ ഇങ്ങോട്ട് നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നാട് കണ്ടുകൊണ്ടിരിക്കുക. ഇതേ വ്യാജ പ്രചരണത്തെ സംബന്ധിച്ച് പറഞ്ഞ ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ UDFന്റെ സൈബർ അണികൾ അടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താ? നമ്മുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലഘട്ടത്തിലും നോവായിരിക്കുന്ന 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കവളപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം, നിരവധി മനുഷ്യരുടെ 50-ന് മുകളിൽ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട, നമ്മളാകെ പ്രയാസത്തിലായി, ഈ നാടാകെ ഒരുപോലെ കണ്ണീരണിഞ്ഞ ഒരു സന്ദർഭം. ആ ഘട്ടത്തെ സംബന്ധിച്ച് കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ സ്വരാജ് എവിടെയായിരുന്നു? സ്വരാജ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് 19 സ്വരാജ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന നിലയിലേക്ക് ഇവർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജ പ്രചരണം ഉണ്ടല്ലോ. കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ആ മണ്ഡലത്തിലുള്ള തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന സ്വരാജ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ കവളപ്പാറയിലെത്തി ആ പ്രദേശത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വളരെ സജീവമായി നിന്നതിന്റെ ദൃശ്യങ്ങൾ, മറ്റ് വിശദാംശങ്ങളൊക്കെ ഈ നാടിന്റെ മുൻപിലുണ്ട്. ആ ഘട്ടത്തിലും വളരെ നീചമായി ഒരു ദുരന്തമുഖത്തെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വളരെ തെറ്റായ കള്ളപ്രചരണങ്ങൾ ആവർത്തിച്ച് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ ഈ നിലയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പക്വതയും ആർജവും നിലമ്പൂരിലെ ജനതയ്ക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ.